അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം പല രീതിയിലുള്ള ടാക്സുകളും തീരുവകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവരികയാണ്. വിദേശ നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തി. അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾക്കും അദ്ദേഹം തീരുവ ഏർപ്പെടുത്തി. ഇനി പുതിയ തീരുവകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അമേരിക്കയിലെത്തുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും ഒക്കെ 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ട്രംപ്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, അവിടെ അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരെ പങ്കെടുക്കുന്ന സൂപ്പർ ബോൾ നടക്കുന്നല്ലോ, അതിൻ്റെ വിശേഷം കൂടി പറഞ്ഞിട്ട് പ്രേക്ഷകർക്ക് ഈ കടുത്ത വാർത്തയിലേക്ക് വരാം. ഗുഡ് മോർണിംഗ് എസ്കെൻ. അമേരിക്കയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം സൂപ്പർ ബോൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂ ഓർലിയൻസിലെ കാൻസാസ് സിറ്റി ചീഫും അതുപോലെ ഫിലാഡൽഫിയ ഈഗിൾസും തമ്മിലുള്ള മത്സരമാണ്. ഫിലാഡൽഫിയ ഈഗിൾസ് ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ മാത്രം ഏതാണ്ട് 76,000 പേരുണ്ട്. പക്ഷേ 117 മുതൽ 120 ദശലക്ഷം അമേരിക്കക്കാർ ഇപ്പം ടെലിവിഷന്റെ മുന്നിൽ നിന്ന് ഈ സൂപ്പർ ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എസ്കെനെ 30 സെക്കൻഡിന്റെ ഒരു പരസ്യത്തിന് ഈ വർഷം $8 മില്യൺ കൊടുക്കേണ്ടത്. കഴിഞ്ഞ കൊല്ലത്തെ പരസ്യ വരുമാനം $558 മില്യൺ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൂപ്പർ ബോളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു സൂപ്പർ ബോളിൽ പങ്കെടുക്കുന്നുണ്ട്. എസ്കെനെ ഇന്ന് ഈ എയർഫോഴ്സ് വണ്ണിൽ സൂപ്പർ ബോളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് പോകുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് ഈ പുതിയ തീരുവയുടെ കാര്യം പറഞ്ഞത്. അമേരിക്കയിലേക്കുള്ള എല്ലാ സ്റ്റീല് അലൂമിനിയം ഇറക്കുമതികൾക്കും 25% തീരുവ പ്രഖ്യാപിക്കുവാൻ തനിക്ക് പദ്ധതിയുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. US ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ $4 എന്ന നിരക്കിൽ തീരുവ ചുമത്തുമ്പോൾ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുവാനാണ് താൻ പദ്ധതി ഇട്ടിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വലിയ തോതിലുള്ള പുതിയ തീരുവ സംബന്ധിച്ച് വിശദമായ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയാകാനാണ് സാധ്യത. മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് പണം ഈടാക്കിയാൽ അമേരിക്ക അവരിൽ നിന്ന് തിരിച്ച് പണം ഈടാക്കുമെന്നും ട്രംപ് പറയുന്നു. പുതിയ ഈ താരിഫുകൾ അതൊക്കെ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര വിശാലമാണെന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. അതുപോലെ അത് എന്നാണ് ട്രംപ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ചൈന പോലുള്ള രാജ്യങ്ങളുടെ നിലവിലുള്ള താരിഫുകൾക്ക് പുറമേ ആയിരിക്കുമോ ഈ പുതിയ താരിഫുകൾ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായൊരു ഉത്തരം നൽകിയില്ല. എസ്കെനെ, കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഈ നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ ഒരു 10% തീരുവയും കൂടെ ചുമത്തിയതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ താരിഫുകളൊക്കെ പ്രാബല്യത്തിൽ വന്ന ഉടൻ തന്നെ ചില ചിപ്പുകൾ അതുപോലെ ലോഹങ്ങൾക്കുമൊക്കെ തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ചൈന അത് തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. എസ്കെൻ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.